ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പുതിയ പ്രഭാതത്തിലെ വേദപുസ്തക ധ്യാനത്തിനായി നമുക്കൊരുങ്ങാം. ഇന്നത്തെ വായന ഭാഗം സദൃശവാക്യങ്ങൾ 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ കുറിവാക്യം എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം. സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി രട്ടുടുത്തു. എസ്തേറിന്റെ പുസ്തകത്തിലെ പ്രധാന കഥാപാത്രമാണ് മൊർദെഖായി. മൊർദെഖായി ബെന്യാമിൻ ഗോത്രക്കാരനും യായീർ എന്ന വ്യക്തിയുടെ മകനും ആയിരുന്നു. ഇവർ യെരുശലേമിൽ നിന്നും ബാബേലിലേക്ക് നാടുകടത്തപ്പെട്ടവരും പ്രവാസ ജീവിതം അനുഭവിച്ചവരും ആയിരുന്നു. മൊർദെഖായി എന്ന പേര് വേദപുസ്തകത്തിൽ മറ്റൊരു വ്യക്തിക്കും കാണുന്നുണ്ട്. അഹശ്വേരോശ് രാജാവിൻ്റെ കൊട്ടാരവാതിൽക്കൽ കാവൽക്കാരനായിരുന്നു മൊർദെഖായി. തൻ്റെ ഉത്തരവാദിത്വങ്ങൾ കൃത്യതയോടെ ചെയ്യുന്ന വ്യക്തിയും ബുദ്ധിമാനും ദൈവാശ്രയവുമുള്ള വ്യക്തിയായിരുന്നു മൊർദെഖായി. ഈ വ്യക്തിയുടെ ജീവിതത്തിലെ ചില പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട്, ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന മൊർദെഖായി. പ്രവാസ ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു മൊർദെഖായി എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ഇങ്ങനെ പ്രവാസത്തിലിരിക്കെ തൻ്റെ ചിറ്റപ്പനായിരുന്ന അബീഹയിലും ഭാര്യയും മരണമടയുന്നു. അതിനാൽ മൊർദെഖായി അബീഹയിലിൻ്റെ മകളായ ഹദസ്സയെ, അതായത് എസ്തേറിനെ തൻ്റെ മകളായിട്ട് എടുത്ത് വളർത്തുകയും ചെയ്യുന്നു. ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കാതിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ഏവരും ഇന്ന് ജീവിക്കുന്നത്. ചില്ലറ നേട്ടങ്ങൾക്ക് വേണ്ടി പരസ്പരം പഴിചാരുകയും ജീവൻ അപഹരിക്കുവാനും ശ്രമിക്കുന്നവർക്ക് മൊർദെഖായി ഒരു നല്ല മാതൃകയാണ്. എസ്തേർ നാളെ രാജ്ഞി പദവിയിലെത്തും എന്ന ചിന്തയോടെ അല്ല മൊർദെഖായി അവളെ സംരക്ഷിക്കുന്നത്. എന്നാൽ തനിക്ക് ലഭിച്ച അവസരം ദൈവാശ്രയ ബോധത്തിലും അച്ചടക്കത്തിലും ഇതര വ്യക്തികളോടുള്ള കരുതലിലും അവളെ വളർത്തി രൂപാന്തരപ്പെടുത്തി എടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അതിനാൽ ഉന്നത പദവിയിലെത്തിയപ്പോൾ വേദനിക്കുന്ന തൻ്റെ സമൂഹത്തോട് കരുണാർദ്രയായി പെരുമാറുവാൻ എസ്തേറിനും സാധിക്കുന്നു. ഇത്തരത്തിൽ അവളെ രൂപപ്പെടുത്തി എടുത്തത് മൊർദെഖായി തന്നെ ആയിരുന്നു. കാരണം അദ്ദേഹം ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന വ്യക്തിയായിരുന്നു. രണ്ടാമതായിട്ട്, രക്ഷയുടെ കാവലാളായി മാറുന്ന മൊർദെഖായി. കൊട്ടാരവാതിൽക്കൽ ശുശ്രൂഷ ചെയ്തിരുന്ന മൊർദെഖായിക്ക് അഹശ്വേരോശ് രാജാവിനെ കയ്യേറ്റം ചെയ്യുവാനായി ഒരുങ്ങിയ ബിഗ്ദാദിൻ്റെയും തേരശിൻ്റെയും കയ്യിൽ നിന്ന് എസ്തേറിലൂടെ രാജാവിൻ്റെ ജീവനെ സംരക്ഷിക്കുന്നു. അനാഥയായ എസ്തേറിനെ മൊർദെഖായി സംരക്ഷിക്കുന്നു. മാത്രമല്ല, യഹൂദന്മാരെ മുഴുവൻ കൊല്ലുവാൻ ശത്രുക്കൾ പദ്ധതി ആസൂത്രണം ചെയ്യുമ്പോൾ അതിനൊരു തടയിടുവാൻ എസ്തേറിലൂടെ ബുദ്ധിപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു മൊർദെഖായി. അങ്ങനെ 3 ദിവസത്തെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാജകൽപ്പനയിൽ മാറ്റം വരുത്തുവാനും അതിലൂടെ യഹൂദ ജനതയുടെ മുഴുവൻ രക്ഷകനായി തീരുവാനും മൊർദെഖായിക്ക് സാധിച്ചു. ഓർക്കുക, വ്യക്തിഹത്യയോ ജീവ അപഹരണവുമോ അല്ല, പടുകുഴിയിൽ ആഴ്ത്തപ്പെട്ടവർക്കും വേദനിക്കുന്നവർക്കും സഹായഹസ്തം നീട്ടുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇന്ന് ബലപ്പെടുത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, മൊർദെഖായിയെ പോലെ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുവാനും രക്ഷയുടെ കാവലാളായി മാറുവാനും ഞങ്ങളെയും ഒരുക്കണമേ. ആമേൻ.